എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു മട്ടൻ കറിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും ഉണക്ക തേങ്ങയും നമ്മുടെ കസ്കസ് ഉണ്ട് കേട്ടോ, കസ്കസും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കുക നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. അതേ ചട്ടി തന്നെ കുറച്ച് മല്ലിയും കുറച്ച് ജീരകവും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇവിടുത്തെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന മട്ടൻ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇച്ചിരി ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ മല്ലി തേങ്ങ എല്ലാം കൂടെ, അതെല്ലാം കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഇതെല്ലാം കൂടെ പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പകുതി അരയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ ചെറിയ ജാറാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് അരഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തത്. ഇത് അരച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ. ഞാൻ മട്ടൻ നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ നല്ലപോലെ വെന്തിട്ടില്ല, കുറച്ച് പകുതി വെന്തിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ അതേ കുക്കറിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ മട്ടനും വേവിച്ചത്. മസാല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടെ അരച്ചെടുത്തില്ലേ, ആ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, എരിവിനനുസരിച്ച്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ലായിരുന്നു മല്ലി ജീരകം എല്ലാം കൂടെ, ഈ ഉണക്ക തേങ്ങ എല്ലാം കൂടെ പൊടിച്ച് വെച്ചില്ല, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അത് മല്ലിയും ഉണക്ക തേങ്ങ എല്ലാം കൂടെ പൊടിച്ചത് നമ്മൾ ഗരം മസാല ഇട്ടതിന് ശേഷം ഇടുക കേട്ടോ. അതിന് ശേഷം ഞാൻ ആ ജാറ് കഴുകി ആ വെള്ളം കുറച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മസാല നല്ലതുപോലെ വെന്ത് വരണം, ഇതുപോലെ എണ്ണ പൊങ്ങി വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മട്ടൻ വേവിച്ചപ്പോഴും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല. മട്ടൻ വേവിച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, നമ്മൾ മല്ലി വറുത്ത് പൊടിച്ചിട്ടല്ലോ, അതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇടാഞ്ഞത്. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പാതിയെ വേവിച്ചിട്ടുള്ളൂ കേട്ടോ മട്ടന്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിസിലും കൂടെ അടിക്കണം, 1-2 വിസിലെങ്കിലും അടിക്കണം, എങ്കിലേ നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. മാത്രമല്ല മസാല എല്ലാം അതിൽ പിടിച്ച് വരണ്ടേ, അതിന് ഒരു വിസിലും കൂടെ അടിക്കണം. നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് 1-2 വിസിൽ അടുപ്പിക്കാം കേട്ടോ. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ തിളച്ച്. അതിനകത്തേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ കറിയാണ് കേട്ടോ, എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മട്ടൻ കറിയാണ്. ഞാൻ ചീനി എടുത്തിട്ടുണ്ട് കേട്ടോ, ചീനി വേവിച്ചിട്ടുണ്ട്. ചീനിയുടെ കൂടെയാണ് ഞങ്ങൾ കഴിക്കണത് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്